ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലും അതുപോലെ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ റുവാക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ ഞാൻ റുവാക്കുട്ടിയെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു ഒരു 8:30 സമയത്ത്. പക്ഷെ അവൾ ഒരു വിധത്തിൽ എഴുതുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പ്ലാൻ അവളെ രാവിലെ നേരത്തെ ഉണർത്തിയിട്ട് ഒരു ഉച്ച സമയത്ത് ഉറക്കി വൈകുന്നേരം ഫുൾ ആക്റ്റീവായിട്ട് പാർട്ടിക്ക് നിർത്താമെന്നായിരുന്നു കേട്ടോ. എന്തായാലും അവൾ കുറച്ച് സമയം കൂടെ ഉറങ്ങി. ആ സമയം കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവൾ എഴുതിച്ചപ്പോൾ ഞാനും അവളും ഒരുമിച്ച് കുളിച്ച് ഫ്രഷായി. അത് കഴിഞ്ഞ് ഞാൻ യാസീൻ ഓതുവാണ് കേട്ടോ. അവളെ തലക്കുഴിഞ്ഞ് ഇങ്ങനെ അരിയും തേങ്ങയൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, അതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല ലേറ്റായിട്ടുണ്ടായി. ഒരു മാംഗോ ജ്യൂസും അതുപോലെ ദോശയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ റുവ കളിച്ച് തളർന്നു. അങ്ങനെ അവൾ ഉറക്കമായി. ആ സമയത്ത് അവളുടെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ സച്ചു ഐബ്രോ ചെയ്തു, ഞാൻ അവളുടെ കണ്ണൊക്കെ എഴുതി. അങ്ങനെ അവൾ ഉറക്കെ എഴുതിച്ചപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് വന്നു ഗൈസ്. ഒരു അടിപൊളി ജീപ്പാണ് കേട്ടോ. ഇത് മാമയുടെ ഫ്രണ്ട് ഷാജി മാമ. ഈ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് നേരത്തെ കണ്ടിട്ടില്ലേ? അത് തന്നെ, അതാണ് ഷാജി മാമ. മാമയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മാമ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരുപാട് സന്തോഷമായിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇത് ഞാൻ മോം ട്യൂബിക്ക് ഇട്ട സെയിം ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഞാനും കാക്കായും റുവായും ഇടുന്നത്. ബാക്കി എല്ലാവരും വൈറ്റ് തീമിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് സച്ചു ആണ്. സച്ചു ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതുമല്ല, എൻ്റെ മുഖത്തിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ചെയ്യുന്നതല്ല, ഇങ്ങനെ മസാജ് ചെയ്യുന്നത്. സച്ചു ഭയങ്കര സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുക. എന്തായാലും അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടു, ലിപ് ബാം ഇട്ടു, ദെൻ പ്രൈമർ ഇടുവാണ് കേട്ടോ. ഒരുപാട് നേരം നമ്മുടെ മേക്കപ്പ് കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ പിടിച്ച് നിൽക്കണമെങ്കിൽ പ്രൈമർ ഇടുന്നത് നന്നായിരിക്കും. അങ്ങനെ അതിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അൺഈവൻ ടോണുമുണ്ട്, അതുപോലെ ഡാർക്ക് സർക്കിൾസും ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ഒന്ന് എന്തോ പറയുക, കളർ കറക്റ്റ് ചെയ്യുവാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷൻ ഇടുവാണ്. എനിക്ക് തോന്നുന്നു ഇത് ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണെഴുതുവാണ്. ഞാൻ ഒരു ജസ്റ്റ് വിങ് ആയിട്ടുള്ളൊരു ലുക്കാട്ടോ പറഞ്ഞത്. അപ്പോൾ അതേപോലെ വരച്ച് തന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ മസ്കാരയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓൾ സെറ്റായിട്ടുണ്ട് ഗൈസ്. റെഡിയായി ഞാൻ. ഇനി എനിക്കൊന്നുമില്ല, ജസ്റ്റ് മുടി കെട്ടണം. എൻ്റെ ലിപ്സ്റ്റിക്ക് താഴെ ഇരിക്കും. എനിക്ക് ആ ഷെയ്ഡ് ഇട്ടാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു. അതുപോലെ ലിപ്സ്റ്റിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഓൾ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഹാളിൽ ഒരു 5 മണിക്ക് എത്തണം. അതിന് മുന്നേ നമുക്കൊരു റിസോർട്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ റുവാക്കുട്ടിക്ക് ഗിഫ്റ്റുമായിട്ട് നമ്മുടെ നെയ്ബർ മാമി വന്നിട്ടുണ്ടായി. അതുപോലെ കാക്കയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗിഫ്റ്റൊക്കെ കൈപ്പറ്റി നമ്മൾ വീട്ടിൽ വെച്ചു. എന്നിട്ട് നമ്മുടെ കാക്കയുടെ ഞാൻ പറഞ്ഞല്ലോ, ആൻറ്റി നമുക്ക് പോകുന്ന വഴിയിൽ ഡ്രോപ്പ് ചെയ്യണം. ദെൻ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോവാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം, റുവ എന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. റുവയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. എൻ്റെ ഒരു മാമി ചെയ്തതാണ്, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ നമ്മൾ ആൻറ്റിയെ ഡ്രോപ്പ് ചെയ്തു, എൻ്റെ വീട്ടിലെത്തി. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഞാൻ ഈ പറയുന്ന റിസോർട്ട്. അങ്ങനെ നമ്മൾ റെഡിയായി ഇനി പോവുകയാണ്. ഇതെൻ്റെ ഫ്രണ്ടാണ് ആൽബിനോസ്. ഇവനാണ് നമുക്കിന്ന് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് ആ റിസോർട്ട്. കണ്ടോ ഗൈസ് എന്ത് ഭംഗിയാണെന്ന്. ഫുൾ ഗ്രീനറിയിൽ വരുന്ന അവർക്കൊരു ചെറിയ സ്പേസാണ്, പക്ഷേ അത് അത്രയും മനോഹരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവരുടെ ആ ഒരു സ്പേസ്. അങ്ങനെ നമ്മൾ ഫോട്ടോസ് എടുക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സിനെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, മോം ട്യൂബിക്ക് ഞാൻ യൂസ് ചെയ്ത ഡ്രസ്സാണ്. ഇതെനിക്ക് പഴയതല്ല കേട്ടോ. വാവ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു അളവിന് തച്ച ഡ്രസ്സാണ്. ദെൻ ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വേറൊരു ഫീൽ. ഞാൻ അന്ന് യൂസ് ചെയ്തതാണ്, അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഓൾമോസ്റ്റ് 1 ഇയർ കൂടുതലായി. അല്ലോ, കറക്റ്റ് 1 ഇയർ ആയെന്ന് തോന്നുന്നു. ഞാൻ 9 monthsലാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ വാവയ്ക്ക് 1 വയസ്സായി. അപ്പോൾ ഈ ഡ്രസ്സ് തയ്ച്ചപ്പോൾ ബാക്കി വന്ന ഫാബ്രിക് വെച്ചിട്ടാണ് കേട്ടോ ഒരുപാട് ആ ഒരു താഴത്തെ പോർഷനൊക്കെ ചെയ്തിട്ടുള്ളത്. മേളിലത്തെ ആ ഒരു വർക്കിനെറ്റ് മാത്രമേ എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുവാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, നല്ല അടിപൊളി ലൊക്കേഷനാണ്. നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടാവും. നല്ല കിട്ടി ഗൈസ്. ഞാൻ അതെല്ലാം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ നമുക്ക് ഹാളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഉമ്മായും എൻ്റെ അനിയത്തിയും റെഡിയായി നിൽക്കുവാണല്ലോ. സോ നമുക്ക് അവരുടെയും കൂടെ കൊണ്ടുപോവാം. വാപ്പ നേരെ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മളിനി ഇറങ്ങുവാണേ.
നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചൂട് നിങ്ങൾക്കറിയാലോ. മഴ പെയ്യാൻ പോവുകയാണെങ്കിൽ ചൂട്, മഴ പെയ്തില്ലെങ്കിൽ ചൂട്, വെയിൽ വന്നാൽ ചൂട്, വെയിൽ വന്നില്ലെങ്കിൽ ചൂട്. അയ്യോ എന്ത് ചൂടാണല്ലേ. അങ്ങനെ കുറച്ച് നേരം റുവായ എ സിയിൽ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് കൂളാക്കി ഇരുത്തിയിട്ടുണ്ടായി. വീണ്ടും നമ്മൾ ഹോളെത്താൻ നേരത്ത് ഡ്രസ്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ മൈക്കും സ്പീക്കറൊക്കെ എടുത്തിട്ട് പോവാം. റുവാക്ക് മൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് എത്തി. വെൽക്കം ടു റുവ ഷാരൂഖ് ഫസ്റ്റ് ബർത്ത്ഡേ. ഫുൾ തീമും അവരുടെ ഇഷ്ടത്തിന് ചെയ്തതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കളർ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവർ ചെയ്തതാണ്. അപ്പോൾ ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫുഡെല്ലാം ഇന്ന് ബൊഫേ ആണ് കേട്ടോ. ലൈക്ക് ബൊഫേ നിങ്ങൾക്കറിയാലോ. അങ്ങനെ നമ്മൾ ഹാളൊക്കെ നോക്കുവാണ്. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ്, അല്ല ഈ ഹാൾ വന്ന് കണ്ടു. ലൈക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഓരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇതിപ്പോൾ സെൻട്രൽ അട്രാക്ഷൻ റുവ ആണെങ്കിലും എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് തരുന്നത് എൻ്റെ അടുത്ത്, സംസാരിക്കാൻ വരുന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര എന്തോ ഞാനാണിങ്ങനെ സെൻട്രൽ അട്രാക്ഷൻ പോലെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ റുവാക്കുട്ടി മൈക്കിൽ കുറച്ച് നേരം സംസാരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൈക്കൊക്കെ ഇങ്ങനെ വെച്ച് സംസാരിക്കാനൊക്കെ. അവൾ എന്തൊക്കെയോ പറയും, കൂടുതലായും പറയുന്നത് ടാറ്റാ ടാറ്റാ എന്നാണ്. അപ്പോൾ എൻ്റെ ഉമ്മുമ്മ വന്നിട്ടുണ്ട്, എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ആണ് കേട്ടോ അത്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന്. നമുക്ക് പുറത്ത് ചായയുടെ കൗണ്ടറുണ്ടായി, അതുപോലെ നമുക്ക് പോപ്കോണിൻ്റെ കൗണ്ടറുണ്ട്. പക്ഷേ വെളിയിറങ്ങിയപ്പോൾ എനിക്ക് ചൂടെടുത്തു ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും കയറി അകത്തേക്ക് വന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സ് ഗ്യാങ് ആണ് കേട്ടോ. അപ്പോൾ അവരും എന്തൊക്കെ ഗിഫ്റ്റ് കൊണ്ട് തരുവാണ്. എനിക്കിത് തന്നെയാണ് പണി. വരുന്നവരെ വെൽക്കം ചെയ്യുന്നു, ഗിഫ്റ്റ് വാങ്ങുന്നു, കൊണ്ടുവയ്ക്കുന്നു, വീണ്ടും ഇതേ സെയിം റിപ്പീറ്റ് ഇരുന്നിട്ടില്ല ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ ഒരു ഡ്രസ്സും പൊക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ ഫുൾ. അപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ വെച്ചിട്ടുണ്ടായത് എല്ലാവരും ഒരു 5 ശേഷം ഇൻവൈറ്റ് ചെയ്തു, 5 മണിക്ക് ശേഷം ഇൻവൈറ്റ് ചെയ്തു. ദെൻ നമ്മൾ കേക്ക് കട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു 6:30 ആ ഒരു സമയത്താണ് കേട്ടോ. എപ്പോഴേ നമ്മുടെ ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഫുൾ കളർ ആവത്തുള്ളൂ. അപ്പോൾ റുവാക്കുട്ടി ഫുൾ എൻജോയ്മെൻറ്റ് മൂഡിലാണ്. എൻ്റെ മാമാമാരും എൻ്റെ കസിൻസും മാമിമാരും ഒക്കെ ചില്ലാണ് കേട്ടോ. റുവ അവരുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ നൈസായിട്ടിരിക്കും. അതുമാത്രമല്ല നമുക്ക് ഹാളിൽ വലിയ ചൂടില്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ കേക്കിൻ്റെ കാര്യം ഗൈസ് പറയാതിരിക്കാൻ വയ്യ. ബേക്ക് ഹൗസ് ബൈ സഫീന സത്താർ, ഈ മാമിയുടെ ഇൻസ്റ്റഗ്രാം പേരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളി കേക്കായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അത് മാത്രമല്ല ക്വാണ്ടിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞതിൽ കൂടുതൽ അവർ ചെയ്തു എന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും തികഞ്ഞു ഗൈസ്, വന്ന എല്ലാവർക്കും. നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോ നോക്കി അറിയാം എത്രത്തോളം ആളുകൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാൻ സമയമായി. കേക്ക് മുറിക്കുവാണ്. ഡിസൈനൊക്കെ എങ്ങനെയുണ്ട് എല്ലാം ഞാൻ പറഞ്ഞ് ചെയ്യിച്ചതാണ് കേട്ടോ. പിന്നെ മാമിയുടേതായിട്ടുള്ള ഒരു കലാവിരുദ്ധം ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കുവാണ്. സന്തോഷമായി. അങ്ങനെ റുവാക്കുട്ടിക്ക് 1 വയസ്സായിരിക്കുകയാണ്. എനിക്കിപ്പോഴും സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല 1 വർഷം എങ്ങനെ പോയെന്ന്. എനിക്ക് എൻ്റെ ആ ഡെലിവറി ആ ഒരു ദിവസത്തെ ഓർമ്മയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല ഗൈസ്, ഫുൾ അതുപോലെ ഉണ്ട്. എനിക്ക് അന്ന് കണ്ട ആ ഒരു കുട്ടി റുവായെ തന്നെ എപ്പോഴും എനിക്ക് റുവായെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല എൻ്റെ ഉമ്മാക്കൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്ങനെ 1 വർഷമായി നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്തായാലും മാഷാ അല്ലാ എൻ്റെ സുന്ദരി കുട്ടി അങ്ങനെ അവൾക്ക് 1 വയസ്സായിരിക്കുകയാണ്. എല്ലാവരും ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ റുവാക്ക് കിട്ടിയ ഒരു വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അവളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ മാമന്മാരും മാമിമാരും, അതുപോലെ എൻ്റെ കാക്കായും കാക്കയുടെ വീട്ടുകാരും, എൻ്റെ ഉമ്മായും വാപ്പായും, അങ്ങനെ ഒരുപാട് പേര്. റുവാക്കുട്ടി എന്തിഷ്ടമാണെന്ന് അറിയാമോ? കൊച്ചാപ്പ കൊച്ചുമ്മ എല്ലാവർക്കും റുവ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അങ്ങനെ റുവ നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ ഓരോ മക്കളിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുവാണ് കേട്ടോ. ഞാൻ കേക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് കേക്കായിരുന്നു. അത് മാത്രമല്ല എല്ലാവർക്കും കിട്ടി ഗൈസ്, എല്ലാവർക്കും, ആർക്കും കേക്ക് കിട്ടാതെ പോയിട്ടുണ്ടാവില്ല. അത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്തതും. അത് മാത്രമല്ല മാമി എന്തോ കൂട്ടി ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാമി, നമ്മൾ ഈ കേക്ക് കൊണ്ടുവന്ന മാമി തന്നെയാണ് ഫുൾ കട്ട് ചെയ്ത് തന്നത്. അവർക്കൊരു രീതിയുണ്ട് ഇത് കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കേക്കിൽ നിന്ന് ഒരുപാട് പീസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളവർക്കും പിന്നീട് ലേറ്റായി വന്നവർക്കും വരെ നമുക്ക് കേക്ക് മാറ്റി വെക്കാനും കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കേക്ക് എടുത്ത് തിന്നുവാണ് കേട്ടോ. ആരും കണ്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ എല്ലാവരും കണ്ടു. തെളിവ് ഞാൻ ഉടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും എന്തോരം ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. ഇതൊക്കെ സാമ്പിളാണ് ആളുകൾ.
കുറേ പേര് പുറത്ത് നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വിളിച്ച് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടി അടിപൊളി ഗ്രാൻഡ് പൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നാൽ നമുക്ക് അത്രയും സന്തോഷം കിട്ടും. പിന്നെ ഇവർ ഈ കണ്ണും തള്ളി നിൽക്കുന്നത് റുവാക്കുട്ടിക്ക് ഒരു 4, 5, 6 സൈക്കിൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതാണ് അവർ ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടി ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫുഡ് കൗണ്ടറൊക്കെ തുറന്നിട്ടുണ്ട്. ബൊഫയാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഫുഡ്. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ കാക്കാടെ ഫ്രണ്ട്സാണ്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങി. നമുക്കൊരു ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. ഇതൊരു വലിയ ഹാളൊന്നുമല്ല, ഒരു കുട്ടി ഹാളാണ്. നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നല്ല രീതിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വിളിച്ച് ഒരു നല്ല ഫംഗ്ഷൻ നടത്താൻ പറ്റുന്ന അത്രയും സ്പേസുള്ള ഒരു ഹാളാണ് കേട്ടോ. അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമായി. എൻ്റെ റുമോളെ ഫസ്റ്റ് ബർത്ത്ഡേ ഇത്രയും അടിപൊളിയായിട്ട് നടത്താൻ പറ്റിയതിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. വിളിച്ച് എല്ലാവരും വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ റുവാക്കുട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി കേട്ടോ, ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സാണ് അഞ്ജന ആൻഡ് ആര്യ. നിങ്ങൾ വേറെ വീഡിയോസിലൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് തീരാനായി. അപ്പോൾ റുവാക്കുട്ടിയെ ഡ്രസ്സ് നമ്മൾ മാറ്റിയിട്ടോ. കാരണം എത്രയെന്ന് വെച്ചാൽ ഒരു കൊച്ചിങ്ങനെ നമ്മൾ ഫ്രോക്കൊക്കെ ഇട്ട് നിർത്തുക, അത്രയും ചൂടാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ആൽബിനോസ് ഇവിടെ ഐസ്ക്രീമൊക്കെ കുടിച്ച് നിൽക്കുവാണ് കേട്ടോ. നമുക്ക് ഐസ്ക്രീമും ഗുലാബ് ജാമും പോപ്കോണും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിക്കുവാണ് എല്ലാവരും. നമുക്ക് അപ്പവും ഇടിയപ്പം, പത്തിരി, അതുപോലെ പൊറോട്ട, ഫ്രൈഡ് റൈസ്, മട്ടൻ കുറുമ, മട്ടൻ കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. എല്ലാവർക്കും നല്ല രീതിക്ക് ഫുഡും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഈ ഇവൻറ്റ് നടത്തിയ ചേട്ടനും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതറിയാമല്ലോ, നിങ്ങൾക്ക് പറയണ്ടല്ലോ, അച്ചു ആൻഡ് അപ്പു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവളുടെ മാരേജാണ് കഴിഞ്ഞത്. അപ്പോൾ ഇവൾ അമ്മായിച്ചൻ, അമ്മായിയമ്മ, ഹസ്ബൻഡൊക്കെ ആയിട്ട് വന്നു, മറ്റവളല്ലാണ്ട് വന്നു കേട്ടോ. അപ്പോൾ റുവാക്കുട്ടി ഇപ്പോൾ കന്നീമ പാട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഡാൻസ് കളിക്കുവാണ്. ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് കേട്ടോ. എനിക്ക് റുവ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസം. ഞാൻ വിചാരിച്ചു കരഞ്ഞ് കച്ചറയാവുമെന്ന്, കാരണം ഇത്രയും ആളുകൾ വരുന്നതല്ലേ. അതുപോലെ നമ്മളിപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ, ഭയങ്കര ചൂടല്ലേ. അങ്ങനെ നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ അച്ചും അപ്പവും കൂടിയാൽ നമ്മളെപ്പോഴും അടി നടക്കുന്ന ഇതിനാ കേട്ടോ. ഞാൻ നടുക്ക് നിൽക്കാം, ഞാൻ നടുക്ക് നിൽക്കാം, ഇല്ല നീ നടുക്കിക്കണ്ട ഞാൻ നിൽക്കാം. ഇതാണ് നമ്മുടെ മെയിൻ കലാപരിപാടി. അങ്ങനെ അച്ചു നമ്മളടുത്ത് ബൈ ബൈ പറഞ്ഞ് പോയി. അടുത്ത് അപ്പു പോവുകയാണ്. അതുപോലെ ഇവൻ വിഷ്ണു, അത് രാഗി, ഇത് പരമേശ്. ഇതെല്ലാം എൻ്റെ കോളേജിലെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇവരൊക്കെ എൻ്റെ പ്രഗ്നൻസി കാലത്ത് ഇവരൊക്കെ ആയിരുന്നു ഗൈസ് എൻ്റെ എന്തോ പറയാം ബലം. ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം എൻ്റെ പ്രഗ്നൻസി ഫുൾ ഞാൻ കോളേജിൽ എന്നും KSRTC ബസ്സിൽ പോയി പഠിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ആലോചിക്കാമല്ലോ, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്നെ എങ്ങനെ കെയർ ചെയ്തു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. അത്രയും കെയർ ചെയ്ത ആൾക്കാരാണ് കേട്ടോ ഇവരെല്ലാവരും. എനിക്ക് ഇവരൊക്കെ ഒരുപാട് സ്പെഷ്യലാണ്. അപ്പോൾ അറ്റത്ത് നിൽക്കുന്നത് അബു ആണ്. പിന്നെ പരമേശ്വരൻ പറഞ്ഞല്ലോ, ഇത് റിസ്വാൻ, ദെൻ ഫോട്ടോസ് എടുത്തതെന്ന് ആൽബിനോസ്, ദെൻ ആ കണ്ണാടി വെച്ചിട്ടുള്ളത് വിശ്വ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വിളിച്ചിട്ട് വന്നല്ലോ. പിന്നെ നമ്മളിനിയിപ്പോൾ ഗിഫ്റ്റ് എല്ലാം എടുത്ത് മാറ്റുവാണ്. നമ്മൾ വണ്ടി കയറ്റി വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ദെൻ ഇവിടെ റുവാട് ആ ബാനറൊക്കെ ഇളക്കുന്നുണ്ട്. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് അത് ചോദിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു ഗൈസ്. എന്ത് ചെയ്യാനാണ്, എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാവരും ഇറങ്ങി, നമ്മൾ ഹോൾ ഒഴിച്ചു കൊടുക്കേണ്ട സമയമായി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇതാ നോക്ക്, സിറ്റൗട്ട് നിറയെ കളിപ്പാട്ടങ്ങൾ ഗൈസ്. ഇതെല്ലാം ഞാൻ എന്ന് കളിച്ച് തീരും എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബർത്ത്ഡേ വ്ളോഗ്, ഒരു വലിയ വ്ളോഗാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അൺബോക്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ അടുത്ത് കാണാം. അതുവരെ ബൈ ബൈ.